നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി പ്രവാസികളാണ് യാത്രാ ആവശ്യങ്ങൾക്കായി ദുബായ് മെട്രോയെ ആശ്രയിക്കുന്നത്. ഒരു ചെറിയ സാങ്കേതിക തടസ്സം പോലും യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ദുബായ് മെട്രോ ഗതാഗതം തടസ്സപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യാത്രക്കാരെ ഇത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടാകണം. മെട്രോ റെഡ് ലൈനിൽ DMCC സ്റ്റേഷനും ജബൽ അലി സ്റ്റേഷനും ഇടയിലാണ് തകരാർ സംഭവിച്ചത്. തിങ്കളാഴ്ച രാവിലെ പ്രാദേശിക സമയം 10 മണിയോടെയായിരുന്നു മെട്രോയിൽ സാങ്കേതിക തകരാർ ഉണ്ടായെന്നും DMCCക്കും ജബൽ അലി സ്റ്റേഷനും ഇടയിലെ ഗതാഗതത്തെ അത് ബാധിച്ചുവെന്നും ദുബായ് RTA ട്വീറ്റ് ചെയ്തത്. ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇതിന് കാരണമായി പറഞ്ഞത്. എന്നാൽ പിന്നീട് തകരാർ പരിഹരിച്ച് സർവീസുകൾ പുനരാരംഭിച്ചു. മെട്രോയിലെ ചില സാങ്കേതിക തകരാറുകളായിരുന്നുവെന്നും ഇത് പരിഹരിച്ചുവെന്നും ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ട്വീറ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ മാസമാണ് എമിറേറ്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൊതുഗതാഗത സംവിധാനമായ മെട്രോ യാത്രയ്ക്ക് 13 വർഷം പിന്നിട്ടത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആദ്യ നോൾ കാർഡ് ടാപ്പ് ചെയ്ത് 2009 സെപ്റ്റംബർ 9 രാത്രി 9:09 ആദ്യ യാത്രക്കാരനായി ആരംഭിച്ച ദുബായ് മെട്രോ എമിറേറ്റിന്റെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലായി മാറുകയായിരുന്നു. അതിനുശേഷം 89.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ശൃംഖലയായി അംഗീകരിക്കപ്പെട്ട ദുബായ് മെട്രോ കഴിഞ്ഞ 13 വർഷത്തിനിടെ 1.9 ബില്യൺ യാത്രക്കാർക്ക് സേവനം നൽകി. സുരക്ഷയും പ്രവർത്തന കാര്യക്ഷമതയും 2022 ആദ്യ പകുതിയിൽ 99.8%. കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് 99.73% നിന്ന് ഉയർന്നു. 2030 ഡ്രൈവർ ഇല്ലാ പൊതുഗതാഗതത്തിന്റെ വിഹിതം 30% ഉയർത്താനുള്ള ദുബായിയുടെ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കുകയാണ് ദുബായ് മെട്രോ. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ ദർശനപരമായ ആശ്രയങ്ങളിൽ ഒന്നാണെന്ന് ദുബായ് മെട്രോ എന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പറയുന്നു. അത് ദുബായിയെ ആഗോള ബിസിനസ് കേന്ദ്രമാക്കുന്നതിന് വ്യക്തമായ പങ്കുവഹിക്കുന്നു. ദുബായ് മെട്രോയുടെ റൂട്ട് 2020 ഏറ്റവും പുതിയ 7 സ്റ്റേഷനുകൾക്കും അവയുടെ കാര്യക്ഷമമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലും വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിലും നിർണായക പങ്കാണ് വഹിക്കുന്നത്. 36 ഒട്ടകങ്ങൾ വരിവരിയായി നിന്നാലുള്ള നീളമാണ് ഒരു മെട്രോയ്ക്കുള്ളതെന്നാണ് അധികൃതർ പറയുന്നത്. ലോകത്തെ മെട്രോ സർവീസുകൾ യാഥാർത്ഥ്യമാക്കാനെടുത്ത കാലപരിധിയിലും ദുബായ് മറ്റ് രാജ്യങ്ങൾക്ക് ഒപ്പത്തോടൊപ്പമാണ്. ഡൽഹി മെട്രോ ചലിച്ചു തുടങ്ങിയത് 49 മാസത്തെ നിർമ്മാണത്തിനൊടുവിലാണ്. സിംഗപ്പൂരിൽ നിർമ്മാണ കാലം കഴിയാൻ 60 മാസം വേണ്ടി വന്നു. ഹോങ്കോങ്ങിലെ മെട്രോ 48 മാസം കൊണ്ടാണ് ലക്ഷ്യം കൈവരിച്ചത്. എന്നാൽ 49 മാസത്തെ ശ്രമകരമായ നിർമ്മാണത്തിനൊടുവിലാണ് ദുബായ് മെട്രോ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്.